എന്തിനായിരുന്നു കിരീടൻ രാത്രിയിൽ ഇറങ്ങി പോയത്? ഈ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ആൺതരിയാണ് അവൻ ഈ ഗതി വന്നല്ലോ. ഒക്കെ ആ മൂദേവിയുടെ ജാതകദോഷം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞില്ലടി. ഇന്നത്തെ പത്രമൊക്കെ വായിച്ചു കാണുമല്ലോ അല്ലേ? കിരീട കിരീട ഇതിനായിരുന്നു കിരീടൻ രാത്രിയിൽ ഇറങ്ങി പോയത്. എന്തിനായിരുന്നു കിരീട? ഒരു നിമിഷം എന്നെ നമ്മുടെ കുഞ്ഞിനെ പോലെ ഓർത്തില്ലല്ലോ കിരീടൻ. കിരീട കിരീടൻ സാർ, എന്റെ കിരീടൻ ഒരു പാവാണ് സാർ. എന്റെ കിരീടം വിട്ടുതന്നെ സാർ, പ്ലീസ് സാർ. എനിക്ക് എന്റെ കുഞ്ഞിനെ ആരും ഇല്ലാണ്ടാക്കില്ലേ സാർ. ചാലു, നീ ഒന്നും മിണ്ടാതിരിക്കുക. സോറി സാർ. സിസ്റ്റർ, നിങ്ങളുടെ ഹസ്ബൻഡിനെ ഞങ്ങളാരും ബലമായി പിടിച്ചുകൊണ്ട് വന്നതല്ല. അയാൾ നേരിട്ട് വന്ന് കുറ്റം സമ്മതിച്ചതാണ്. ആ ഒരു പരിഗണന കൊണ്ട് മാത്രമാണ് ഇവിടെ ഇതുവരെ ആരും അയാളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും നുള്ളിയിടാതിരുന്നതും നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ഫ്രീഡം അനുവദിക്കപ്പെട്ടതും. സോ ഇനി നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. അറിയാമല്ലോ, ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ സർ? ആകാം, പക്ഷെ അറിയാമല്ലോ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇരിക്കും. സർ, ജാമ്യം കിട്ടാൻ എന്താ മിസ്റ്റർ ശ്യാം, നന്നായി നിയമം അറിയാവുന്ന നിങ്ങളോട് ഞാനിതൊക്കെ പറഞ്ഞിരണോ? പ്രതി ആരുടെയും പ്രേരണയോ സമ്മർദ്ദമോ കൂടാതെ സ്വയം കുറ്റം ഏറ്റുപറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ജാമ്യത്തിന് എന്തെങ്കിലും സാധ്യത ഉണ്ടാകുമോ? അതും കൊലക്കുറ്റമാണ് ഏറ്റുപറഞ്ഞിരിക്കുന്നത്. കിരീട ഒന്ന് നോക്കെങ്കിലും ചെയ്തൂടെ? കിരീട, ചാലു പൊക്കോളൂ പ്ലീസ്. പ്ലീസ്. കിരീട, ഇന്നിപ്പോ കോർട്ടില്ല, നാളെ സൺഡേയും. ഇനിയിപ്പോ തിങ്കളാഴ്ചയെ പ്രതിയെ കോടതിയെ ഹാജരാക്കാൻ കഴിയൂ. കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യും, അതാണല്ലോ റൂൾ. എങ്കിൽ പിന്നെ ഓക്കെ, ശരി. ഈ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ആൺതരിയാണ് അവൻ ഈ ഗതി വന്നല്ലോ. എനിക്ക് എന്റെ ഗിരിമോനെ ഒന്ന് കാണണം. അവന് പോലീസുകാരെ ഇടിച്ച് പിടിച്ച് കാണുമല്ലോ. എനിക്ക് സഹിക്കുന്നില്ലടി. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കുരുതി കൊടുത്തേ.
ഈ കുടുംബം നോക്കിയിരുന്നത് അവനായിരുന്നല്ലോ, അതില്ലാതാക്കിയല്ലോ. എന്റെ അപ്പൂട്ട ഇതൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ എന്റെ അപ്പൂട്ട ഇങ്ങോട്ട് വന്നേ കാഞ്ചനാമേ, ഇങ്ങോട്ട് വാ. എന്റെ മോളെ, എന്റെ മോനെ പോലീസുകാരി കൊണ്ടുപോയി. ഒന്നും മിണ്ടാതിരിക്കുക കാഞ്ചനാമേ. വേണ്ടടി, ഒക്കെ ആ മൂദേവിയുടെ ജാതകദോഷം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞില്ലടി. ഭർത്താവ് പറഞ്ഞിട്ടില്ലടി അവൾക്ക്. അവൾ ഈ കുടുംബം മുടിക്കൊന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. മതി മതി, നിർത്താനോ പറഞ്ഞേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാനേ. ഇങ്ങോട്ട് വാ കാഞ്ചനാമേ. ശ്ശോ, വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വന്നേ. കാഞ്ചനാമേ, കാഞ്ചനാമേ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. നീ തന്നെ എങ്ങോട്ടാ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത്? ഇച്ചിരി മനുഷ്യപ്പറ്റൊക്കെ വേണം കാഞ്ചനാമേ. സുഖമില്ലാത്തൊരു കുഞ്ഞല്ലേ അത്. ആ കുഞ്ഞു കേക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? എന്താടി പറഞ്ഞാലേ, അവളും കൂടി അരട്ടടിയല്ല. നാത്തൂനും കൂടി വലിയ ഗുലാനല്ലേ. ഈച്ചയും ചക്കരയും പോലെയല്ലേ രണ്ടും. കുഞ്ഞാങ്ങളുടെ അധോഗതി അറിയട്ടടി രണ്ടും. അങ്ങനെയെങ്കിലും ഇച്ചിരി ബോധം ഉണ്ടാവട്ടെ. എത്ര പ്രാവശ്യം ഞാൻ അവളോട് വേദോതി കൊടുത്തതാ, എന്നിട്ട് മൂടുണ്ടെങ്കിൽ അവള് ഗൗനിച്ചോ? ദൈവം ഉണ്ടെന്ന് പറയുന്നത് ഇതാടി. ഈ കഞ്ചനെ കരയിക്കാൻ നോക്കുന്നവരുടെ കണ്ണീര് ഈ കഞ്ചനെ കാണൂടി. ഇത്തരം കാര്യങ്ങൾക്ക് ദൈവത്തെ കൂട്ടുപിടിക്കുന്ന മക പാവമാ കാഞ്ചനാമേ. കാഞ്ചനാമയ്ക്ക് ഒരു മോളുണ്ടെന്ന കാര്യം മറക്കരുത്. എന്തടി, എന്റെ മോക്ക് എന്തോ വരുന്ന ഒരു ചുക്കം വരില്ല. നല്ല ശുദ്ധമായ ജാതക അവളുടേത്. അറിയോടി? എടി അറിയോന്ന്? ഞാനൊന്നും പറഞ്ഞില്ലേ. നീ ഒന്നും പറഞ്ഞില്ലേ? നീ അവളുടെ മൂടും താങ്ങി നടന്നല്ലോടി. നിനക്കും കിട്ടും, അപ്പോഴേ പഠിക്കൂ. എന്റെ കരിമുട്ടത്ത് ഭഗവതി, നീ വലിയവളാണേ. മേരി മാ നമസ്കാർ. തന്റെ മാഡം ഉണ്ടോ അത്? ഉണ്ട് സാർ. ഇന്നത്തെ പത്രം ഞാനും വായിച്ചു സാറേ. എന്റെ പൊന്ന് സാറേ, അവൻ ഈ കൊലച്ചതി ചെയ്യുന്ന ആരെങ്കിലും വിചാരിച്ചോ? നാട്ടുകാർക്കും പോലീസിനും സാറിനെല്ലായിരുന്നോ സംശയം? എന്തായാലും സത്യം പുറത്തു വന്നല്ലോ. അതാ സാറേ ദൈവത്തിന്റെ ഒരു കളി. സത്യം എന്നായാലും പുറത്തു വരുമെന്ന് എനിക്കറിയാമായിരുന്നല്ലോ. ഉപ്പ് തിന്നവും വെള്ളം കുടിക്കും. ഇനി ഈ ധനപാലം കാണിച്ചു കൊടുക്കാൻ കളി എങ്ങനെയാണെന്ന് നോക്കിയോ. അല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഇന്നത്തെ പത്രമൊക്കെ വായിച്ചു കാണുമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഇതാ നല്ലോണം ഒന്ന് വായിച്ചോ. ആ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വായിച്ച് കേൾപ്പിക്കാം. രേണുകയുടെ കൊലപാതക അറസ്റ്റിൽ. വിവാദമായ രേണുക കൊലക്കേസിലെ പ്രതി ധനപാലിന് ഇപ്പൊ എന്താ വേണ്ടത്? അയ്യോ, എനിക്കൊന്നും വേണ്ടായേ. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തിരുന്നിട്ടാ? ഉള്ളത് മുഴുവൻ ഇഷ്ടദാനം ചെയ്ത് കഴിഞ്ഞില്ലേ? ഒരു ധർമ്മിഷ്ഠ. എന്നെ എവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണോ നീ? സമാധാനോ? നിങ്ങൾക്കോ?
അത് ഇവിടെ നിന്നല്ല, ഒരിടത്തുനിന്നും ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. മറ്റുള്ളവരുടെ സമാധാനം കൂടി തകർത്തവരല്ലേ നിങ്ങള്. നിരപരാധിയായ എന്നെ കൊലപാതകി എന്ന് വിളിച്ച് ഈ സമൂഹത്തിന് മുന്നിൽ നാറ്റിച്ചില്ലേ നിങ്ങള്? പല പ്രാവശ്യം വെറും പട്ടികളെ പോലെ ആട്ടിയിറക്കി വിട്ടില്ലേ നിങ്ങള്? നിങ്ങൾ കാരണം ഞാൻ അനുഭവിച്ച അപമാനം, മാനസിക സംഘർഷം, യാതന, അതൊക്കെ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്തിന് എന്റെ ഭാര്യ, നിങ്ങളുടെ മകള്, അവള് പോലും എന്നെ സംശയിച്ചില്ലേ? എല്ലാത്തിനും കാരണം നിങ്ങളാ, നിങ്ങൾ ഒരുത്തിയാ. എന്നിട്ടിപ്പോ സമാധാനം വേണോത്രേ, സമാധാനം. ധനപാലിനൊന്ന് പോകുന്നുണ്ടോ? പോകാൻ തന്നെയാ വന്നത്. അല്ലാതെ ഇതേപോലെ കണ്ട ധർമ്മസ്ഥാപനങ്ങളിലൊന്നും വന്ന് കഴിയേണ്ട ഗതികേട് ധനപാലൻ ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി, 2 വാക്ക് പറയണമെന്നും, അതുകൊണ്ട് മാത്രം വന്നതാ. മോളെ കൊന്ന് കടലെറിഞ്ഞവന്റെ പേര് പത്രത്തിൽ വായിച്ചില്ലേ? ഗിരി, അതായത് ശ്യാമപ്രസാദിന്റെ അളിയൻ. അവനത് ചെയ്യണമെങ്കിൽ ചെയ്യിച്ചത് ആരാണെന്ന് വല്ല ഊഹമുണ്ടോ ടീച്ചറിന്? ശ്യാമപ്രസാദ് തന്നെ, അല്ലാതെ വേറെ ആരാ? വത്സര ശിഷ്യനല്ലായിരുന്നോ? ഗുരു ശിഷ്യ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് വീട്ടിൽ കയറി വരുന്നവന്മാരെയൊക്കെ വിളിച്ച് സൽക്കരിക്കാൻ തുടങ്ങിയ ഒടുവിൽ ഇങ്ങനെ ഇരിക്കും. പ്രായപൂർത്തിയായ ഒരു പെണ്ണ് വീട്ടിലുള്ള കാര്യം നിങ്ങൾ ഓർത്തില്ലല്ലോ. ഒടുവിൽ മോൾക്ക് പിണ്ടം വെച്ച് തറവാട് സ്വത്തുക്കളൊക്കെ കണ്ട അലവലാദികൾക്ക് ഇഷ്ടദാനം കൊടുത്തിട്ട് ഇവിടെ വന്നിങ്ങനെ മുറി അടച്ചിരുന്നിട്ട് സമാധാനം വേണമെന്നോ? ഇതുകൊണ്ടൊന്നും ഒന്നും ആയില്ല ടീച്ചറെ. ശരിക്കും നിങ്ങൾക്ക് സമാധാനം കേട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എനിക്കിനി ആ പെണ്ണുമ്പിളെ കൂടെ ഒന്ന് കാണണം, നിങ്ങളുടെയൊക്കെ മാഡം. 4 വർത്തമാനം എനിക്ക് അവരോടും കൂടി പറയാനുണ്ട്. മിസ്റ്റർ ധനപാലിന് എന്താ എന്നോട് പറയാനുള്ളത്? എത്തിയോ? ഏതായാലും മാഡത്തിന് 100 ആയുസാ. ഇപ്പോഴെങ്കിലും ചാകത്തില്ല. പറഞ്ഞിങ്ങോട്ട് നാവ് എടുത്തതേ ഉള്ളൂ. വലിയ പെർഫോമൻസ് ഒന്നും വേണ്ട. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അങ്ങ് പറയണം. പറയാൻ തന്നെയാ വന്നത്. അത് പറഞ്ഞിട്ടേ ധനപാലം പോകത്തുള്ളൂ. പത്രവാർത്തയെ കുറിച്ചാണെങ്കിൽ എനിക്ക് കേൾക്കണമെന്നില്ല. എങ്ങനെ കേൾക്കണം? കേട്ടേ പറ്റൂ. അത് തന്നെയാ ധനപാലന് പറയാനുള്ളതും. എന്നെ കൊടുക്കാൻ വേണ്ടി നിങ്ങളും കുറെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതല്ലേ? എന്നിട്ടിപ്പോ എന്തായി? പത്രത്തിൽ വന്ന കൊലയാളിയുടെ പേര് വായിച്ചില്ലേ? ധനപാലനല്ലാതെ ഇപ്പൊ എന്ത് പറയുന്നു മാഡം? എന്താ, ഒന്നും പറയാനില്ലേ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. പാവൂർ ടീച്ചറെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളിൽ നിന്ന് പോലും അകറ്റിയിട്ട് ഉള്ളത് മുഴുവൻ പിടിച്ചു വാങ്ങാൻ വേണ്ടി അതിവിദഗ്ധമായി നിങ്ങൾ ഒരുക്കിയ ഒരു കെണിയായിരുന്നില്ല ഇത്? ശ്യാമപ്രസാദ്, അരുന്ധതി മേനോനൊക്കെ ചേരുന്ന ഒരു വൻ റാക്കറ്റിന്റെ കയ്യിൽ പെട്ടുപോയ ഒരു പാവം പെൺകുട്ടിയായിരുന്നില്ലേ രേണുക? പറ, ശ്യാമപ്രസാദ് നിങ്ങൾക്ക് തന്നെ എന്ത് തന്നു? എത്ര ലക്ഷങ്ങൾ കാഴ്ചവെച്ചു? കിടന്ന് തുള്ളാതെ പെൺപിള്ളേ. തുള്ളലും ആട്ടമൊക്കെ അങ്ങ് കോടതി കാണിച്ചാൽ മതി, ജഡ്ജിയുടെ മുമ്പില്. പറയിക്കും ഞാൻ എല്ലാത്തിനെയും കൊണ്ട്. വീടിലെ ഒരുത്തിയ നിലപാലൻ. താൻ എന്ത് ചെയ്യുമെന്നാണോ ഈ പറയുന്നത്? ഏതോ ഒരാൾ കുറ്റസമ്മതം നടത്തിയതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു എന്നാണോ വിചാരം? തന്നെ ഞങ്ങൾ വിശ്വസിച്ചു എന്നാണോ? എങ്കിലത് വെറുതെ ആണോ? തന്റെ വെറും വ്യാമോഹം മാത്രമാണത്. ഉത്തരം പറയാൻ പോകുന്നത് താനാ. ആഹാ, ഇത് കൊള്ളാമല്ലോ. ആടിനെ പട്ടിയാക്കാൻ നോക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവം ഇവിടെ ചെലവാക്കാന്ന് വിചാരിച്ചോ? അത് ധനപാലനടുത്ത് വേണ്ട. നമുക്ക് കാണാടോ.